ഹലോ എവ്രി വൺ, ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റ് 2 ആണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയലൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞുള്ള യൂണിറ്റാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതിൻ്റെ വീഡിയോ 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അതിൽ നമ്മൾ ഓൾറെഡി 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് അതിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഫർദർ ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അബ്യൂസ് ഓഫ് ട്രസ്റ്റ്, അതുപോലെ നെക്സ്റ്റ് സ്ലൈഡ്സിലൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ എക്സാമ്പിൾസും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിൽ 4th ക്വസ്റ്റ്യൻ ആണ്. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ക്രിമിനൽ ലോ ബിൽ 2018 ആണ്. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഭാഗങ്ങളാണ്. സോ ഇത് നോക്കുക. ഫസ്റ്റത്തെ എന്താണ്? ദ ബിൽ സീക്സ് ടു റീപ്ലേസ് ദ ക്രിമിനൽ ലോ ഓർഡിനൻസ് promulgated on April 21, 2018 following an outcry over the rape and murder of a minor girl in Kathua in Jammu and Kashmir and the rape of another woman at Unnao in Uttar Pradesh. സോ ഈ ക്രിമിനൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്? സോ ഇവിടെ പറയുന്നത് ക്രിമിനൽ ലോനെ അമെൻമെൻറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ അതിലൊരു വ്യത്യാസം വരുത്തിയതാണ്. ഏപ്രിൽ 21 നടന്നിട്ടുള്ള, അതായത് 2018 ഏപ്രിൽ 21 നടന്നിട്ടുള്ള ഒരു റേപ്പിനെ തുടർന്ന്, അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്നിട്ടുള്ള ഒരു റേപ്പിനെ തുടർന്നും അതുപോലെ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു റേപ്പിനെ തുടർന്നും ക്രിമിനൽ ലോയിൽ ഒരു അമെൻമെൻറ്റ് വരുത്തിയതിനെ പറ്റിയാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. 2ാമത്തെ പോയിന്റ് എന്താണ്? ദ ക്രിമിനൽ ലോ ബിൽ 2018 will amend relevant sections of the Indian Penal Code, the Code of Criminal Procedure and also the Protection of Children from Sexual Offences Act 2012. പോക്സോ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്ന 2012 ആക്ട് നമുക്കറിയാം. അപ്പോൾ ഈ 2018 അമെൻമെൻറ്റോടുകൂടി അതിലെന്താണ് പറയുന്നത്? ചില സെഷൻസിന്, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ചില സെഷൻസും അതുപോലെ ക്രിമിനൽ പ്രൊസീജിയേഴ്സും ഒക്കെ ഇതിനെയൊക്കെ മാറ്റം വരുത്തി എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു 2018 ഏപ്രിൽ 21 ഉണ്ടായിരുന്ന ഒരു ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഒരു റേപ്പും അതുപോലെ ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു റേപ്പൊക്കെ കാരണം അമെൻമെൻറ്റ് വരുത്തിയത് നമ്മൾ പറഞ്ഞു. പിന്നീട് ഈ 2018 ക്രിമിനൽ ലോ കാരണം ഇന്ത്യൻ പീനൽ കോഡിലും അതുപോലെ തന്നെ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സിലൊക്കെ ഒരുപാട് അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ബിൽ പ്രൊവൈഡ്സ് for a time-bound investigation in cases of rape of girl children. The investigation into the rape of a child must be completed within 2 months. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ബില്ല് പ്രകാരം ഒരു റേപ്പ് കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയുടെ റേപ്പ് കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് ഏകദേശം 2 മാസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂളായിട്ട് വരുന്നത്. അടുത്തത് എന്താണ്? The cases are to be tried in a fast track court. The bill states that any appeal against a sentence by the trial court must be disposed of within 6 months. അപ്പോൾ 2 മാസം കൊണ്ട് അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. 6 മാസത്തിനുള്ളിൽ ആ വിധി കംപ്ലീറ്റ് ആകണം. അതായത് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിലായിരിക്കണം ഇതിന് കേസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചില കേസൊക്കെ നമുക്കറിയാം 8-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിധി വരിക. എന്നാൽ ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്നുള്ളതാണ് ഉത്തരവ്. അണ്ടർ ദ ന്യൂ ലോ, ഇഫ് ദ വിക്ടിം ഇസ് അണ്ടർ 12 years of age, the culprit faces a minimum sentence of 20 years. The maximum punishment is death. In the cases of gang rape of a child under 12, the minimum punishment is a life sentence with the maximum is the death penalty. അപ്പോൾ ഈ ന്യൂ ലോയുടെ ന്യൂ ലോ അടിസ്ഥാനത്തിൽ വിക്ടിം എന്ന് പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൾപ്രിറ്റ് ഏകദേശം 20 വർഷത്തോളമാണ് ജയിലിൽ കിടക്കേണ്ടത് എന്നുള്ളതാണ്. 20 വർഷത്തോളമുള്ള ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. അതിൻ്റെ മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഡെത്താണ്, മരണം വരെയാണ് അതിൻ്റെ മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്യാങ് റേപ്പിലാണ് കുട്ടി ഏർപ്പെട്ടത്, ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടി ഗ്യാങ് റേപ്പിലാണ് ഏർപ്പെട്ടത് എങ്കിൽ അതിൻ്റെ
മിനിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫ് സെൻറ്റൻസ് ആണ്, അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളത്. അതിൻ്റെ മാക്സിമം വരുന്നത് എന്താണ്? ഡെത്ത് പെനോൾട്ടി ആണ്. സോ ഇതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, 6th പോയിന്റ് നോക്കുക. ഇൻ കേസസ് ഓഫ് ചിൽഡ്രൻ ഏജ് ബിറ്റ്വീൻ 12 and 16 ദ ഒഫൻസ് ഓഫ് റേപ്പ് ഇസ് പണിഷബിൾ വിത്ത് എ മിനിമം സെൻറ്റൻസ് ഓഫ് 20 years. 12 മുതൽ 16 വയസ്സ് വരെയുള്ള ഇടയിലുള്ള കുട്ടിയാണ് പീഡിപ്പിക്കപ്പെട്ടത് എങ്കിൽ 20 വർഷത്തോളമാണ് ശിക്ഷ ഉണ്ടാകുന്നത്. ഇതിൻ്റെ മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീവിതകാലം മുഴുവൻ ഇംപ്രിസൺമെൻ്റ് ആണ്. ഇഫ് എ ഗേൾ ഏജ്ഡ് ബിറ്റ്വീൻ 12 and 16 is gang rape, the convicts face a minimum punishment of life sentence. അപ്പം ഒരു 12 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടി ഗ്യാങ് റേപ്പാണ് ചെയ്യപ്പെട്ടതെങ്കിൽ ആ കുട്ടിക്ക് അവർക്ക് കൊടുക്കുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ഇഫ് ദ വിക്ടിം ഇസ് ഏജ് ബിറ്റ്വീൻ 16 and 18 ദ ഒഫൻസ് ഓഫ് റേപ്പ് ഇസ് പണിഷബിൾ വിത്ത് എ മിനിമം പണിഷ്മെൻറ്റ് ഓഫ് 10-year jail term ആൻഡ് ദ മാക്സിമം ഇസ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. 16 മുതൽ 18 വയസ്സ് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള കുട്ടിയാണ് റേപ്പ് ചെയ്യപ്പെട്ടത് എങ്കിൽ 10 വർഷത്തെ ജയിൽ ശിക്ഷയും എന്താണ്? ജീവപര്യന്തവും, മാക്സിമം ജീവപര്യന്തവുമാണ് ശിക്ഷ ലഭിക്കുന്നത്. റിപ്പീറ്റ് ഒഫൻഡേഴ്സ് വിൽ ബി പണിഷ്ഡ് വിത്ത് എ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഡെത്ത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കേസുകളിൽ 2 or 3 തവണയൊക്കെ റേപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ്, ആ കേസിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റ്, ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഡെത്താണ് പണിഷ്മെൻ്റ് ആയിട്ട് വരുന്നത്. However, the punishment for rape of boys has remained unchanged. This has resulted in a greater difference in the quantum of punishment for rape of minor boys and girls. അപ്പം ഇത് കൂടുതലും സ്ത്രീകളെ പറ്റിയുള്ളതാണ് പറയുന്നത്. ഇനി പുരുഷന്മാരുടെ കേസിൽ ബോയ്സിനെ റേപ്പ് ചെയ്ത കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലധികം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഏകദേശം ഈ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാധനത്തിന് പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓരോന്ന് കാറ്റഗറൈസ് ചെയ്യുക. 12 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ 12 മുതൽ 16 വയസ്സ് വരെയാണെങ്കിൽ, 16 മുതൽ 18 വയസ്സ് വരെയാണെങ്കിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. Next one is short note on demerits of the capital punishment or arguments against the provisions. So ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ടാവുന്ന ഒരു ആൻസറാണ്. അതുകൊണ്ടാണ് ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് നോട്ടാക്കിയിട്ട് എഴുതിയെടുക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻറ്റ്സ് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. So capital punishment is a debatable subject and criminologists, sociologists and the legal fraternity are always divided on this issue. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനും ആർഗ്യുമെൻറ്റ്സ് ഇതിനൊക്കെ എതിരെയായിട്ട് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റിസ് പി ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഒരു ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൻ്റെ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ ഡെത്ത് പെനോൾട്ടി സെഡ്, ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷം അവർ പറയാണ്, ഒരു ഡിബേറ്റ് ഉണ്ടാവുകയാണ്. എന്താണ്? അതായത് ഈ ഡെത്ത് പെനോൾട്ടി കൊടുക്കുന്നതിന് ഒരു ഡിഫറെൻറ്റ് എഫക്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡെത്ത് പെനോൾട്ടി കൊടുക്കുന്നതിന് പകരം ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ആയാലായിരിക്കും നന്നാവുക. അത് ഡെത്ത് പെനോൾട്ടിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് കാര്യമില്ല, ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ് ഏറ്റവും നല്ല, ഒറ്റയടിക്ക് കൊല്ലുന്നതിന് പകരം ജീവപര്യന്തമൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. ദ ജസ്റ്റിസ് JS Verma കമ്മിറ്റി which was formed after the December 2012 Delhi gang rape and murder case in its report concluded that the death penalty would be a regressive step in field of sentencing and reformation. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത് 2012 ഡിസംബറിൽ നടന്നിട്ടുള്ള ഡൽഹി ഗ്യാങ് റേപ്പിന് ശേഷം വന്നിട്ടുള്ള JS Verma കമ്മിറ്റിയിൽ എന്താണ് പറയുന്നത്? അവർക്ക് ഡെത്ത് പെനോൾട്ടി എന്ന് പറയുന്നത് റിഗ്രസീവ് സ്റ്റെപ്പായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അതായത് അതിനത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, വധശിക്ഷേനെ അത്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു കമ്മിറ്റി. 4ാമത്തെ പോയിന്റിൽ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഒപ്പോസസ് ദ യൂസ് ഓഫ് ഡെത്ത് പെനോൾട്ടി ഇൻ ഓൾ കേസസ്. ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും, അതായത് എല്ലാ കേസുകളിലും വധശിക്ഷ വിധിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത്. Capital punishment for rape is the easiest and most convenient demand to raise, yet the most harmful one for rape survivors. It is all about retribution, disregards the reformative aspects of the criminal justice system, and most importantly is said to have a little deterrent effect.
സോ ഈ പോയിന്റിൽ പറയുന്നത് എല്ലാ റേപ്പ് കേസുകൾക്കും വധശിക്ഷ വിധിക്കരുത്. കാരണം ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് റേസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വധശിക്ഷയാണെങ്കിൽ പോലും ഇതിനെ സർവൈവ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഹാംഫുൾ എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വധശിക്ഷകൾ മാക്സിമം ഇങ്ങനെയുള്ള കേസുകളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സും പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? സം റേപ്പിസ്റ്റ് കിൽ ദ വിക്ടിംസ് ആൻഡ് സം റേപ്പിസ്റ്റ് ഡോണ്ട്. ചില വിക്ടിംസിനെ റേപ്പിസ്റ്റുകൾ കൊല്ലാറുണ്ട്, എന്നാൽ ചില വിക്ടിംസിനെ കൊല്ലാറില്ല. ഇതിന് രണ്ടെണ്ണത്തിന് ലഭിക്കുന്ന പണിഷ്മെൻറ്റ്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റേപ്പിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? കൊന്നാലും കൊന്നില്ലെങ്കിലും അവർക്ക് സെയിം ശിക്ഷയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടുതലും അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്തു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിക്ടിംസിനെ കൂടുതലായിട്ട് കൊല്ലുന്നതായിട്ടാണ് ഈ ഒരു രീതിയിൽ കാണപ്പെടുന്നത്. Rape is already unreported in India, largely because of social stigma, victim blaming, the poor response by the criminal justice system, and lack of any national victim and witness protection law, making them highly vulnerable to pressure from the accused as well as the police. Children are even more vulnerable due to pressure from family and society. So increase in punishment including the death penalty may lead to a decrease in reporting of such crimes. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? എന്ത് തന്നെ ആയാലും നമ്മൾ എന്തിനും ഏതിനും വധശിക്ഷ കൊടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരാം. അതായത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കേസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വധശിക്ഷ ലഭിച്ചിട്ടുള്ള കേസുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ശരിക്കും വധശിക്ഷ വിധിക്കേണ്ട കേസുകളിൽ വിധിക്കണം. അത്ര വലിയ കേസുകളല്ലാത്തതിന് ജീവപര്യന്തവും 20 വർഷത്തെ ശിക്ഷ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 20 വർഷം 10 വർഷം എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ നന്നാവുകയുള്ളൂ. പക്ഷേ ചില ലോസും ചില കാര്യങ്ങളും കാരണം നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആകുന്നില്ല. സോ ഇത് തന്നെയാണ് ഇതിനെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. സോ അത്യാവശ്യം ഡീമെറിറ്റ്സ് 6ഓളം പോയിന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ആണ് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It happens when people act on their stereotypes or prejudices. Discrimination refers to actual behavior towards another individual or group. Refusing a job to a person due to the person's religion or gender is discrimination. This article share insights into the meaning of discrimination. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുകയാണ് അല്ലേ? അപ്പോൾ ഒരു സിനാരിയോയിൽ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലേക്കോ കോളേജസിലേക്കോ അല്ലെങ്കിൽ ജോബിലേക്കോ ഉള്ള ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ അതിലേക്ക് സെലക്ട് ചെയ്ത ഒരു സമയത്ത് അവരുടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, അവരുടെ റേസ്, സോഷ്യൽ ക്ലാസ്സുകൾ നോക്കിയിട്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് മാറ്റി നിർത്തപ്പെടുക. ചില സമയത്ത് SC, ST, OBC, ജനറൽ ഇതിനെയൊക്കെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് OBCക്കാർക്ക് ചില കാര്യത്തിന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല, ചില SC, STക്കാർക്ക് പറ്റില്ല, മുസ്ലിം വിഭാഗത്തിന് പറ്റില്ല, ഹിന്ദു വിഭാഗത്തിന് പറ്റില്ല, ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പറ്റില്ല. അപ്പോൾ ഇതേ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് റെഫർ ചെയ്യുന്നത് behavior towards another individual group, refusing a job to a person due to the person's religion or gender. ചില സമയത്ത് ജെൻഡറിൻ്റെ കേസിൽ വരാം. ഇപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സെയിം ജോബിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന വേതനങ്ങൾ, അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വരാറുള്ളത്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. സോ ജെൻഡറിൻ്റെ കേസിലോ റിലിജൻ്റെ കേസിലോ കളറിൻ്റെ കേസിലോ ഒക്കെ ഈ ഡിസ്ക്രിമിനേഷൻ വരാം. കുറച്ച് ടൈപ്സ് അല്ലെങ്കിൽ അതിലുള്ള കുറച്ച് പോയിൻറ്റ്സിനെ നമുക്ക് നോക്കാം. ഇത് 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഇൻ്റർലിങ്ക്ഡ് ആണ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ടോപ്പിക്കിൽ. ട്രൈങ് ടു പുട്ട് ഡൗൺ അതർ പീപ്പിൾ, സ്റ്റോപ്പിംഗ് പീപ്പിൾ ഫ്രം ടേക്കിംഗ് അപ്പ് സർട്ടൻ ജോബ്സ്, പ്രിവെൻറ്റിംഗ് പീപ്പിൾ ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ സർട്ടൻ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്താണ്? ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ചില ജോബുകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക, അതുപോലെ തന്നെ സർട്ടൻ ആക്ടിവിറ്റീസിൽ വരുന്നതിൽ നിന്ന് അവരെ പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കുക. സ്റ്റോപ്പിംഗ് പീപ്പിൾ ഫ്രം ലിവിങ് ഇൻ സർട്ടൻ നെയ്ബർഹുഡ്സ്. ചില സ്ഥലങ്ങളിൽ ചില മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചില സ്ഥലങ്ങളിൽ പാർപ്പിക്കാറില്ല. ഇത് ഹിന്ദു ഏരിയ ആണ്, അല്ലെങ്കിൽ ഇത് മുസ്ലിം ഏരിയ ആണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഏരിയ ആണ്, അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ചില സ്ഥലത്ത് പറയുന്നത്. സോ ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് വരുന്നത്. നോട്ട് അലൗവിങ് പീപ്പിൾ ടു ഡ്രിങ്ക് ടീ ഇൻ ദ സെയിം ഗ്ലാസ് ഓർ കപ്സ് ആസ് അതേഴ്സ്. 2 പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്, സിംഗിൾ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇപ്പോൾ ചില സമയത്ത്
ഒരേ ഗ്ലാസ്സിൽ ചില ആളുകൾ ഇപ്പം വാഷ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും ഒരു ഗ്ലാസ്സിൽ ടീ കുടിച്ചു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത ഗ്ലാസ് ആണെങ്കിൽ പോലും അതിൽ കുടിക്കാൻ മടിക്കുന്ന ആളുകൾ ഉണ്ടാകും. പ്രിവെൻറ്റിംഗ് പീപ്പിൾ ഫ്രം ടേക്കിംഗ് വാട്ടർ ഫ്രം ദ സെയിം വെൽ ഓർ ഹാൻഡ് പമ്പ്, ഇതും സിംഗിൾ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വെല്ലിൽ നിന്നോ ഒരു ഹാൻഡ് പമ്പിൽ നിന്നോ ഒരാൾ എടുത്ത വെള്ളം മലിനമാകപ്പെടുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി പണ്ടായിത്തമുള്ളതുപോലെ തന്നെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നിലനിന്ന് പോരുന്നുണ്ട്. അപ്പോൾ ആളുകൾ സെയിം വെല്ലിൽ നിന്നോ ഹാൻഡ് പമ്പിൽ നിന്നോ വെള്ളം എടുക്കുന്നതിൽ നിന്ന് തടയുക. ഇൻ ദ പാസ്റ്റ് പീപ്പിൾ ഇൻ ഇന്ത്യ ഫേസ് ലോട്ട്സ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. മാത്രമല്ല ജാതി അടിസ്ഥാനത്തിലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഇന്ത്യയിലുള്ള മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസസും ടൈപ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് വരുന്നത്. സോ ഡിസ്ക്രിമിനേഷൻ്റെ മീനിങ് നമ്മൾ നോക്കി, ഏതൊക്കെ രീതിയിലാണ് ഡിസ്ക്രിമിനേഷൻ വരുന്നതെന്ന് നോക്കി. നെക്സ്റ്റ് അതിൻ്റെ കോസ് ആൻഡ് ടൈപ്സ് ആണ് നോക്കുന്നത്. 3 രീതിയിലാണ് വരുന്നത്. എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ കാസ്റ്റ്, ബേസ്ഡ് ഓൺ റീജിയൻ, ബേസ്ഡ് ഓൺ ജെൻഡർ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിനെ നമുക്കൊന്ന് നോക്കാം. സോ ബേസ്ഡ് ഓൺ കാസ്റ്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ കാസ്റ്റുകാർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ലോവർ കാസ്റ്റിൽ പെടുന്ന ആളുകളെ ഇൽട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. സോ ഇതിനെതിരായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്നോണം ഗവൺമെൻറ് ഒരു അൺടച്ചബിലിറ്റി എന്നുള്ള രീതിയിൽ പണിഷബിൾ ഒഫൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈ ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ആണ് വരുന്നത്. റീജിയൻ ആണെന്നുണ്ടെങ്കിൽ സർട്ടൺ ഏരിയയിൽ എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ പോലും സർട്ടൺ ഏരിയാസിൽ ചില ആളുകൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ പോപ്പുലേഷൻ വളരെ കുറവായിട്ടുള്ള കാണപ്പെടുന്നുണ്ട്. ഇതിന് ആർട്ടിക്കിൾ 371A ആക്ട് പ്രകാരം ഗവൺമെൻറ് ഒരു ആർട്ടിക്കിൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ ഇത് സ്റ്റേറ്റ്സ് ലൈക്ക് നാഗാലാൻഡിനൊക്കെ ബാധകമാണ്. നെക്സ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ജെൻഡർ. ഈ ഒരു പോയിന്റ് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ലിറ്ററസി റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അതിലൊക്കെ പാട്രിയാർക്കൽ റൂൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആണുങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. പൊളിറ്റിക്സിലാണെന്നുണ്ടെങ്കിലും മറ്റേത് സ്ട്രീംസിലാണെന്നുണ്ടെങ്കിലും ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആളുകൾ അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ എന്നോണം ഒരുപാട് റിസർവേഷൻ കാര്യങ്ങളും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഇലക്ഷൻസ്, ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഒരുപാട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡിസ്ക്രിമിനേഷൻസിനൊന്നും കൂടാതെ നമുക്ക് മറ്റ് ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലിജൻ ഓർ ബിലീഫ്, അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, സോഷ്യോ ഇക്കണോമിക് ഡിസ്ക്രിമിനേഷൻ വിത്തിൻ ദ ഫാമിലി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് വേറെയും വരുന്നുണ്ട്. ഓക്കെ, സോ ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് എന്താണ്? മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ. സോ ഇതിലൊരുപാട് ആക്റ്റുകളും ആർട്ടിക്കിൾസും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഡീൽ ചെയ്തിട്ട് പോകാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അമെൻമെൻറ്റ് ആക്ട്. ഇത് വന്നിട്ടുള്ളത് 2015 അടുത്തത് എന്താണ്? മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദിയർ റിഹാബിലിറ്റേഷൻ ആക്ട്. ഇത് വന്നിട്ടുള്ളത് 2013 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഈക്വൽ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ വേതനം നൽകുക എന്നുള്ളതാണ്. ഒരു സെയിം വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഏത് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും സെയിം സാലറി കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് റിസർവേഷൻസ് പോലെ 1/3 ഓഫ് ദ സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് 1/3 ഓഫ് ദ സീറ്റ്സിൽ പറയുന്നത്. ഇത് ഞാൻ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ള എന്താണ്? റിസർവേഷൻസ്. അതായത് ലോക്കൽ ബോഡീസ് ഇലക്ഷൻസ് ഒക്കെ വരില്ലേ, മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്തിലൊക്കെ ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പ്രത്യേക സീറ്റുകൾ 1/3 ഓഫ് സീറ്റുകൾ റിസർവ്ഡ് ആയിട്ട് സ്ത്രീകൾക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 17 പ്രകാരം ഇത് അൺടച്ചബിലിറ്റീനെ അബോളിഷ് ചെയ്യുന്ന ആക്റ്റാണ്. ആർട്ടിക്കിൾ 16 പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റിനും ട്രൈബ്സിനും ഒക്കെ പ്രത്യേക റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 330 ആൻഡ് 332 പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും മുനിസിപ്പാലിറ്റീസിലും പഞ്ചായത്തിലും ഒക്കെ പ്രത്യേക റിസർവേഷൻസ് കൊടുക്കണം എന്നുള്ളതാണ്. 338 വരുന്നുണ്ട്. 338 പറയുന്നത് ഗിവ്സ് പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നാഷണൽ കമ്മീഷൻ ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഇതും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ട്രൈബിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആർട്ടിക്കിൾ 46 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്.
And the constitution guarantees freedom to everyone to choose and follow their religion of their choice. അതായത് നമുക്ക് ഇഷ്ടമുള്ള റിലിജൻ ചൂസ് ചെയ്യാന്നുള്ള ഒരു അധികാരം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതിൽ വരുന്നത്. ഒരുപാട് ആർട്ടിക്കിൾസും അതുപോലെ ലോസും വരുന്നുണ്ട്. ഇതിലുള്ള കുറച്ച് ആർട്ടിക്കിൾസിനെ ഓർത്ത് വയ്ക്കുക, കുറച്ച് വർഷങ്ങൾ ഓർത്ത് വയ്ക്കുക, ആ ആക്റ്റുകളുടെയും ആർട്ടിക്കിൾസിൻ്റെയും ഒക്കെ നമ്പേഴ്സ് അല്ലെങ്കിൽ നെയിംസ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഇസ് എ കോമൺ ടോപ്പിക് ദാറ്റ് ഇസ് ഡ്രഗ് ഡിപ്പെൻഡൻസി അമംഗ് ചിൽഡ്രൻ എന്നുള്ളത്. സോ ആദ്യം നമുക്ക് ജസ്റ്റ് ഡ്രഗ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഡ്രഗ് ഡിപ്പെൻഡൻസി എന്നുള്ളത് നോക്കാം. സോ ഡ്രഗ് ഡിപ്പെൻഡൻസി അമംഗ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഇസ് എ സീരിയസ് ഇഷ്യൂ ദാറ്റ് ഹാസ് ഗെയിൻഡ് അറ്റൻഷൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലാണ് ഡ്രഗ് ഡിപ്പെൻഡൻസി ഏറ്റവും കൂടുതൽ ചിൽഡ്രനിൽ കണ്ടിട്ടുള്ളത്. ഇത്രയും കാലമായിട്ട് ഡ്രഗ്സ് ഒന്നും കോമൺലി അവൈലബിൾ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ കൂടുതലും എത്തിപ്പെടുന്നത് കുട്ടികളാണ്. ചിൽഡ്രൻ ഇൻ ഇന്ത്യ ആർ വൾനറബിൾ ടു ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസി ഡ്യൂ ടു വേരിയസ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഒരുപാട് സോഷ്യോ ആയിട്ടും എക്കണോമിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമാണ് ഇത് അവരിലേക്ക് എത്തുന്നത്. സെവറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഡ്രഗ് ഡിപ്പെൻഡൻസി അമംഗ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ദീസ് ഇൻക്ലൂഡ് പോവർട്ടി. ചിലപ്പം ദാരിദ്ര്യം, പട്ടിണി, ഇതൊക്കെ കാരണമായിരിക്കും അവരതിലേക്ക് എത്തുന്നത്. ചിലപ്പം എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടോ അൺഎംപ്ലോയ്മെൻറ്റ് കാരണോ അവരുടെ പിയർ ഗ്രൂപ്പ് ആ ഒരു പ്രഷർ ഗ്രൂപ്പിലുള്ള ഒരു പ്രഷർ കാരണോ ഫാമിലിയുടെ ഡിസ്ഫങ്ഷൻ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസ് ആൻഡ് ട്രോമ അനുഭവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സർട്ടൻ ഏരിയാസിൽ നമുക്കറിയാം ഇന്ത്യയുടെ തന്നെ ചില ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് കിട്ടുന്ന അവൈലബിലിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ അവൈലബിലിറ്റി കൂടുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് സോഷ്യൽ സിനാരിയോസ് കാരണവും ഇക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമൊക്കെ ഡ്രഗ്സ് ഒരുപാട് അവൈലബിൾ ആയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. Children may turn to drugs as a means of escape, coping with the stress or emotional difficulties or due to curiosity. ഒന്നെങ്കിൽ എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഒരു തവണ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ഇക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. അവർക്ക് ചെറിയ അതായത് പോവർട്ടിയും കാര്യങ്ങളും അനുഭവിക്കുന്ന ചെറിയ രീതിയിലുള്ള പൈസയൊന്നും സമ്പാദിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ആവുന്ന സമയത്ത് കുട്ടികളും കൂടുതലായിട്ട് ഈ ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഡിപ്പെൻഡൻസി കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ടൈപ്സ് ഓഫ് ടൊബാക്കോസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സിനെ ഒന്ന് പരിചയപ്പെടാം. The commonly abused substances among children in India include alcohol, tobacco, inhalants like glue, pain thinners, etc., cannabis, and sometimes harder drugs like opioids. Substance abuse poses significant health risk and can lead to long-term physical, psychological and social consequences for children. അപ്പോൾ കൂടുതൽ ഡ്രഗ്സിനെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് തരില്ല. അത് സൈറ്റുകളിലും മറ്റ് രീതികളിലൊക്കെ ബാൻഡ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് ഇതുപോലെ ഡ്രഗ്സിനെ കുറിച്ചുള്ള അറിവുകൾ. നിങ്ങൾ ഏത് ഡ്രഗ്സിൻ്റെ ബ്രാൻഡോ അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ നെയിംസോ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിൽ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒരിക്കലും അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അത് സ്റ്റഡി പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ പറയുന്നത് ആൽക്കഹോൾ, ടൊബാക്കോ, ഇൻഹേലൻസ്, അതായത് ചില ഗ്ലൂ, പെയിൻ തിന്നേഴ്സ് പോലെയുള്ള സാധനങ്ങൾ സ്മെല്ല് ചെയ്തുകൊണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരുന്നുണ്ട്. സോ ഇത് കുട്ടികളിൽ ലോങ് ടേം ആയിട്ടുള്ള ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ കോൺസിക്വൻസസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടോപ്പിക്ക് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഡ്രഗ്സിനെ കാണാം. അതിലുള്ള കുറച്ച് മെയിൻ ഡ്രഗ്സും അതെങ്ങനെയൊക്കെയാണ്, അതെന്താണ് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൽക്കഹോൾ. ആൽക്കഹോൾ അറിയുന്നത് പോലെ തന്നെ മദ്യമാണ്. ആൽക്കഹോൾ അബ്യൂസ് അമംഗ് ചിൽഡ്രൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കൺസേൺ. അൺറേജ് ഡ്രിങ്കിങ് ക്യാൻ ലീഡ് ടു ഡിപ്പെൻഡൻസി, ഇംപെയർഡ് ജഡ്ജ്മെൻറ്റ്, ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. അതായത് ആൽക്കഹോൾ കുട്ടികളിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ാണ് വരുത്തുന്നത്. ലൈക്ക് കൂടുതലായിട്ട് ചെറിയ പ്രായത്തിൽ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 18 years ഓഫ് ഏജ് എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും. കൂടുതലും ഡ്രഗ്സിൻ്റെയും ആൽക്കഹോൾസിൻ്റെയും കേസിലേക്ക് വരുമ്പോൾ 20 എത്തും. എന്നാൽ കൂടി ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് അവർ ഡിപ്പെൻഡൻസി കൂടുതലാവും. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ബിഹേവിയറൽ ചേഞ്ചസും
സംഭവിക്കാം. നെക്സ്റ്റ് ടൊബാക്കോ, നമ്മൾ സിഗരറ്റ് സ്മോക്കിങ്സ് ഒക്കെയാണ് ഇതിൽ പെടുന്നത്. സ്മോക്കിംഗ് സിഗരറ്റ്സ് ഓർ യൂസിങ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ഇസ് another form of drug dependency among children. Nicotine addiction can have severe health consequences and increase the risk of respiratory problems, cancer and other tobacco related diseases. അപ്പോൾ ആൽക്കഹോളിനെക്കാട്ടിലും പെട്ടെന്ന് എഫക്റ്റ് വരുന്ന ഒരു സംഭവമാണ് ടൊബാക്കോ യൂസിങ് എന്നുള്ളത്. അപ്പോൾ സിഗരറ്റിലൊക്കെ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള പദാർത്ഥമാണ് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ടൊബാക്കോസൊക്കെ ഇൻഹെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് വലിക്കുന്നത് കൊണ്ട് തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ലൈക്ക് ക്യാൻസർ, ടൊബാക്കോ റിലേറ്റഡ് ഡിസീസസ് ആണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻഹാലൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്ലൂ, പെയിൻ തിന്നേഴ്സ്, ഗ്യാസലിൻ, എയറസോൾ സ്പ്രേ പോലെയുള്ള സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഏജൻസിലൊക്കെ ഈ ചെറിയ തോതിലുള്ള ഇതുപോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഹാലൻ അബ്യൂസ് കെൻ കോസ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഡാമേജ് ദ ബ്രെയിൻ, ലിവർ, കിഡ്നീസ് ആൻഡ് അതർ ഓർഗൻസ്. അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഭാഗങ്ങളെയും, ബ്രെയിനെയും ലിവറിനെയും കിഡ്നീനെയും മറ്റ് ഓർഗൻസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ കാനബിസ് ആണ്. ഇത് കോമൺലി നോൺ ആസ് മരിജുവാന ഓർ വീഡ് അല്ലേ. കൂടുതലും ഈ കാനബിസ് എന്ന് പറഞ്ഞ ടേമിനേക്കാളും കൂടുതൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക ഫിലിംസ് എന്നൊക്കെ മരിജുവാന എന്ന് പറഞ്ഞൊരു ടേം ആയിരിക്കും, അല്ലെങ്കിൽ വീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇത് എന്താണ്, കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. ഫിസിക്കലിനെക്കാട്ടിലും കൂടുതൽ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ബുദ്ധിനെ, അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ്. സം ചിൽഡ്രൻ മേ മിസ്യൂസ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് സച്ച് ആസ് opioids, benzodiazepines or stimulants. Attention deficit hyperactivity, prescription drug dependency can have severe health risk and potential for overdose. അതായത് നമുക്കറിയാം ചില പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ചില സ്ലീപ്പിംഗ് പിൽസ്, ചില സിഡേറ്റീവ്സ്, ഈ കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട് നമുക്ക്. ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടുള്ള, നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലൊക്കെ കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് വേദനകൾ നമുക്കുണ്ടെങ്കിൽ നമുക്കതുപോലെയുള്ള പെയിൻ കില്ലേഴ്സ് തന്നിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള പെയിൻ കില്ലേഴ്സൊക്കെ എപ്പോഴും പ്രിസ്ക്രിപ്ഷനിൽ പറയുന്നത് എന്തായിരിക്കും, ഒരു ഹാഫ് പീസ് അല്ലെങ്കിൽ 1 at a ടൈം, അല്ലെങ്കിൽ ഒരു 3 days കൂടുമ്പോൾ 1, അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. ഈ സ്ലീപ്പിംഗ് പിൽസും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓവർ ഡോസാണ് എന്തിന് കാരണമാകുന്നത്, ഡ്രഗിൻ്റെ അഡിക്ഷനിലേക്ക് മാറുന്നത്. ഓക്കെ, സ്ലീപ്പിംഗ് പിൽസ് നമുക്കറിയാം 2, 3 ഒക്കെ അധികം കഴിക്കുന്ന സമയത്ത് അത് മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ കിടക്കാൻ വരെ കാരണമാകുന്നുണ്ട്. സോ ഇതുപോലെയുള്ള ഒപ്പിയോയിഡ്സ്, ഇതുപോലെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിമുലൻസ്. സ്റ്റിമുലൻറ്റ് ഡ്രഗ്സ് സച്ച് ആസ് കൊക്കെയിൻ ഓർ amphetamines can be abused by children. These drugs can have harmful effects on physical and mental health including cardiovascular problems and addiction. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിമുലൻറ്റ് ഡ്രഗ്സ് ആയത് കൊക്കെയിൻസ് നമ്മൾ കേൾക്കാറുണ്ട്, കൊക്കെയിൻ പൗഡേർഡ് ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കൊക്കെയിൻ, ആംഫെറ്റമൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിമുലൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസും അഡിക്ഷനും ഉണ്ടാകുന്നുണ്ട്. Opioid abuse among children is a growing concern. Children may misuse prescription opioids or turn to illicit substances like heroin. ഹെറോയിൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം ഒപ്പിയോയിഡ്സിൽ വരുന്ന ഒരു ഡ്രഗാണ്, വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. സോ ഇങ്ങനെയുള്ള ഈ ഒരു ഡ്രഗ്സൊക്കെ വളരെ രീതിയിലുള്ള കുട്ടികളിൽ ഡിപ്പെൻഡൻസി കൂട്ടുകയും, അതായത് 1-2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, ഒരു ഓവർഡോസ് അവരെ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. സോ ഇത്രയും ഡ്രഗ്സിനെ പറ്റിയാണ് നമുക്ക് ഇൻ കോമൺ ഒരു ജനറൽ ആയിട്ടുള്ള അറിവുകളുള്ളത്. ഒരുപാട് ടൈപ്സ് ഓഫ് ഡ്രഗ്സിന് ഇനിയും നമ്മുടെ മൊഡ്യൂൾ സിലബസിൽ പറയുന്നുണ്ട്. സോ യു ക്യാൻ റെഫർ ദാറ്റ് ഓൾസോ. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് ഡ്രഗ്സും അതിൻ്റെ അത് കാരണം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സുമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ഫോർ യു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് ഓൺലൈൻ അബ്യൂസ് ആണ്. എന്താണ് ഓൺലൈൻ അബ്യൂസ്? Online abuse of children, also known as online child exploitation, refers to the harmful and illegal activities that target children through digital platforms and the internet. It encompasses a range of behaviors aimed at exploiting, manipulating or harming children online. Here are some examples of online അബ്യൂസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഓൺലൈൻ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈനായിട്ട് നടക്കുന്ന കുട്ടികളെ ചൂഷണം ചെയ്യുന്ന അല്ലെ അബ്യൂസ് ചെയ്യുന്ന രീതിക്കാണ് നമുക്ക് ഓൺലൈൻ അബ്യൂസ് എന്ന് പറയാറുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അബ്യൂസസ് ഉണ്ടാവാറുണ്ട്. സോ അതെന്താണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഗ്രൂമിങ്. ഓൺലൈൻ ഗ്രൂമിങ് ഇൻവോൾവ്സ് an adult building an emotional connection with a child to gain their trust with the intention of exploiting them sexually for അതർ ഹാംഫുൾ പർപ്പസ്. നമ്മൾ ഓൾറെഡി ഗ്രൂമിങ് നേരത്തെ, സെക്ഷൽ ഗ്രൂമിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഗ്രൂമിങ് ഇൻ ജനറലാണ്. അതായത് ഓൺലൈനിലൂടെ നല്ലൊരു ബന്ധം കുട്ടികളുമായിട്ട് സ്ഥാപിച്ച് അവരുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റിയിട്ട് അവരെ സെക്ഷലി അല്ലെങ്കിൽ മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് അവരെ യൂസ് ചെയ്യുന്നതിനെയാണ് ഗ്രൂമിങ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് സെക്സ്റ്റോഷൻ. സെക്സ്റ്റോഷൻ occurs when someone coerces a child into sharing explicit images or videos or personal information and then uses it to blackmail or manipulate the child for further exploitation or financial gain. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇതിന് ഇരയാകുന്നത്, എന്നാലും ബോയ്സും കുറവല്ല. എന്താണ്, അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം അവരുടെ പ്രൈവറ്റ് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് സെൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഓൺലൈൻ ഹെറാസ്മെൻറ്റ് ആൻഡ് ബുള്ളിയിങ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ഓൺലൈൻ ഹെറാസ്മെൻറ്റ് അല്ലെങ്കിൽ ബുള്ളിയിങ് എന്ന് പറയുന്നത്? Various forms of harassment like cyberbullying, online intimidation including spreading rumors, making derogatory comments or sending threatening messages. കുട്ടികളെ കളിയാക്കുന്ന രീതിയിൽ അവരെക്കുറിച്ചുള്ള വേണ്ടാത്ത റൂമേഴ്സ്, ഡെറോഗേറ്ററി കമൻറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ട് ഇത് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് വേണമെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഹരാസ് ചെയ്യുക, ബുള്ളി ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ. അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓർ പൊസഷൻ ഓഫ് എക്സ്പ്ലിസിറ്റ് ഇമേജസ് ഓർ വീഡിയോസ് ഓഫ് ചിൽഡ്രൻ, കോമൺലി നോൺ ആസ് ചൈൽഡ് പോർണോഗ്രഫി, ഈസ് എ സീരിയസ് ഫോം ഓഫ് ഓൺലൈൻ അബ്യൂസ് ദാറ്റ് പെർപച്വേറ്റ്സ് ദ വിക്ടിമൈസേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ 18 ഇയേഴ്സ് ആവാത്ത കുട്ടികളുടെ ഇമേജസും വീഡിയോസും പ്രൈവറ്റ് വീഡിയോസും ഒക്കെ പ്രൊഡക്ഷനും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഇതിലൂടെ കുട്ടികളെ നല്ല രീതിയിലാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ചൈൽഡ് പോർണോഗ്രഫി എന്നൊക്കെ പറയുന്നത്. സോ ഒരു മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് ഓൺലൈൻ അബ്യൂസാണ്. അടുത്തത് ഓൺലൈൻ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്നുള്ളതാണ്. ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് റിക്രൂട്ട്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികളെ കടത്തുക, അവരെ ഇതുപോലെയുള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള രീതികളിൽ കുട്ടികളെ യൂസ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ എൻറ്റൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adults may attempt to lure children into offline meetings or engage them in inappropriate activities through online platforms, exploiting their vulnerability and trust. കുട്ടികളുടെ ട്രസ്റ്റും കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം അവരെ ഓഫ്ലൈൻ മീറ്റിംഗ്സിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയെയാണ് ഓൺലൈൻ എൻറ്റൈസ്മെൻറ്റ് എന്ന് പറയാം. എക്സ്പോഷർ ടു ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ മേ ബി എക്സ്പോസ്ഡ് ടു ഏജ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ ഹാംഫുൾ കോണ്ടന്റ് ഓൺലൈൻ, ഇൻക്ലൂഡിംഗ് എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ, വയലന്റ് കോണ്ടന്റ് ഓർ കോണ്ടന്റ് പ്രൊമോട്ടിംഗ് സെൽഫ് ഹാം ഓർ ഡേഞ്ചറസ് ബിഹേവിയേഴ്സ്. കുട്ടികളെ ഇതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള ചില യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് ഹാംഫുൾ ഫോർ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ബാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു എക്സ്പോഷർ ടു ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇത്രയും ഭാഗത്ത് നമ്മൾ ഏകദേശം 3, 4, 5ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തിയർ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വീഡിയോ 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, വീഡിയോ 2 കാണുക. നമ്മൾ നെക്സ്റ്റ് യൂണിറ്റുകൾ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.